ലീഗിന് എത്ര മന്ത്രിമാരുണ്ട്? നിങ്ങളോടല്ല ഞാൻ ചോദിക്കുന്നത്. മാധ്യമം രാവിലെ 5, ഉച്ചക്ക് 4, വൈകുന്നേരം 5. കോൺഗ്രസിന്റെ മന്ത്രിമാർ മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം. രമേശ് ചെന്നിത്തല തെറ്റി പിരിഞ്ഞുപോയി, സ്ഥാനം രാജിവെച്ച് പോയി. ആർസിയും വിടിയും പ്രശ്നം, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം, അവരാൾക്കാരും എല്ലാം കൂടി ഭയങ്കര പ്രശ്നം. മറുഭാഗത്ത് വീണ ജോർജ് പൊട്ടിത്തെറിച്ച് ഗോവിന്ദൻ മാഷ് എന്തല്ലോ ചെയ്ത്. നിങ്ങൾ വാർത്ത കൊടുക്ക് സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു, ആർസി ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറ. ഈ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാണ് സമയം പോകുന്നത്? രാവിലെ ഒരു വാർത്ത, ഉച്ചയ്ക്ക് ഒരു വാർത്ത, വൈകുന്നേരം ഒരു വാർത്ത. പാവപ്പെട്ട ജനങ്ങൾ അവരെ തിരക്കിനിടയിലായിരിക്കും ഈ വാർത്തകൾ കാണുന്നുണ്ടായി. രാവിലെ കണ്ടു, ഉച്ചയ്ക്ക് വന്ന അവസാനം അടിയാവും. അങ്ങനെയല്ലല്ലോ ന്യൂസിൽ പറഞ്ഞതെന്ന് പറയും. ഇപ്പം പറയും എങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന്. എന്നിട്ട് രാത്രി അന്തിച്ചർച്ച വേറെ. എം.എൻ. കാരശ്ശേരി, രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നൊക്കെ വിളിച്ചിട്ട് ആർസി വി ഡി ആർസി. കേരളത്തിലായാലും ഇന്ത്യയിലേക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഡെയിലി നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റി ചർച്ച ചെയ്തു. എല്ലാ ദിവസവും ആക്സിഡന്റ് ആണ്. അതും ആരാണ് മരിക്കുന്നത്? വെറുതെ നടക്കുന്ന നിഷ്കളങ്കരായ, ഒന്നും അറിയാത്ത നടപ്പാതിലൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇടിച്ച് മരിക്കുന്നത്. കുട്ടികൾ, സ്ത്രീകൾ, ഒന്നും അറിയാത്തവർ വളഞ്ഞു വിളഞ്ഞ് വണ്ടി ഓടിക്കുക, പോയി ഇടിക്കുക, നേരെ പോയിട്ടാണ് ഇടിക്കുന്നത്. ഇതിനൊന്നും ഒരു സംവിധാനമോ ഒരു ചർച്ചയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമാണ്. മന്ത്രിസഭ ഇപ്പോൾ രൂപീകരിച്ച് നിങ്ങൾ പറ, ആരൊക്കെയാണ് മന്ത്രിമാര്, ഞങ്ങൾ അറിയട്ടെ. എന്താണ് അവരുടെ മെറിറ്റ്സ്, എന്താണ് അവരുടെ ഡിമെറിറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇത് വരുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കും, ഇവർ വരും. അവരൊന്നും ഫൈനൽ ലിസ്റ്റ് നോക്കുമ്പോൾ ഈ പറഞ്ഞവരൊന്നുമില്ല, വേറെ ആയിരിക്കും വരിക. ബൈ ചാൻസ് ഏതോ 1, 2, 3 ശരിയാവും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമങ്ങളും നമ്മൾ കേരളത്തിലെങ്കിലും നമ്മൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ